ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല ചായക്ക് കടി നല്ല ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ രാവിലെ പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയത്തൊക്കെ അധികം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് തിരക്കിട്ട ജോലി ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളും ഇല്ല, അപ്പോൾ ആർക്കും പോകാനുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും മീൻ രാവിലെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മത്തി വാങ്ങി, അതുപോലെ തന്നെ മറ്റേ ചെമ്പല്ലി മീൻ ഉണ്ടല്ലോ അതും വാങ്ങിച്ചിട്ട് ആദ്യം അതൊക്കെ നേരാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ചപ്പാത്തി പണിക്ക് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കുഴച്ച് ഒന്ന് സെറ്റാക്കി പരത്തിയിട്ട ചുടുകയാണ്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചതാ, അരിയൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ തിളച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങോട്ട് സെറ്റ് ആവട്ടെ. അപ്പോഴത്തേനും നമ്മളത് ആ ചപ്പാത്തി ചുടലും കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ മീനിക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ മീൻകറി രണ്ടിനും നമുക്ക് ഉച്ചക്കത്തൊക്കെ ചോറിനും ചപ്പാത്തിക്കും കൂടി ഒന്നിച്ചിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അടുത്ത് തോല് കളഞ്ഞപ്പോൾ ഒരു വലിയുള്ളിയിൽ എപ്പോഴും വാങ്ങുമ്പോൾ ഉണ്ടാകാറുണ്ട് ഒരു കറുപ്പ് സാധനം, കരി പോലത്തെ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ അങ്ങനെ കുറച്ച് നേരം ഇട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിക്കാനുള്ളതൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ പൊരിക്കാനുള്ള മീൻ ഇതാണ് കേട്ടോ, ചെമ്പല്ലി. അപ്പോൾ ഇത് തോല് കളയണ മീനാട്ടോ, നല്ല കട്ടിയാവും ഇതിൻ്റെ തോല്. അപ്പോൾ ചെമ്പല്ലി എന്നാണ് ഇവിടെ പറയുക. പിന്നെ വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോയെന്ന് അറിയില്ല. കിളിമീനല്ല കേട്ടോ, കിളിമീൻ വേറെയാണ്, ഇത് ചെമ്പല്ലി. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതാട്ടോ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് മസാല ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മത്തി വാങ്ങിയാൽ വേറെ എന്തെങ്കിലും മീൻ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ വലിയ മോന് മത്തി കഴിക്കൂല. അതുകൊണ്ടാണ് 2 ഐറ്റം വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്ന് മീനും വളരെ വില കുറവായിരുന്നു, കിലോ 100 രൂപ മത്തിക്ക്, എല്ലാ മീനിനും 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അര കിലോ ഈച്ചാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി ചുടലും ഒക്കെ കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചട്ടിയൊക്കെ വെച്ച് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ച്, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുന്ന രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ മീൻ കറിക്ക് മസാല ഒക്കെ തേച്ച് ഞാൻ മസാലയും പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് നമ്മളെ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ചപ്പാത്തി ഉണ്ടാക്കിയ പാനിൽ തന്നെയാണ് മീൻ പൊരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു പാത്രം എടുത്തിട്ട് എല്ലാതും പാടെ ഇങ്ങോട്ട് കഴുകാനാക്കണ്ട. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മളെ പണികളൊക്കെ ഒരുക്കിയിട്ട്, നമ്മുടെ വീട് പണി ഉണ്ടല്ലോ അവിടെ നമ്മൾ തേക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം. ചായയും കടിയും വേഗം റെഡിയാക്കിയിട്ട് 10:30-11 മണിയാകുമ്പോഴത്തേനും അതും കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ പോയാലും ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കും. ഞങ്ങൾ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുത്ത് അവിടെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറും കറികളും പൊരികളും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10 മണിയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാതും ഒരുങ്ങിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അലക്കാനും ഇതിനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചായ കൊടുത്ത് വന്നിട്ട് പിന്നെയാണ് അലക്കലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മീൻ ഒരു ഭാഗത്ത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പുളിവെള്ളമൊക്കെ തിളച്ച് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മത്തി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ മത്തിയാണ് കേട്ടോ, നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. നെയ്യുള്ള മത്തിയൊക്കെ ഇങ്ങനെ വറ്റിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് കറി ഒരുപാടില്ലാതെ ഇങ്ങനെ കുറുന്നനെ വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മത്തി നല്ല ഉഷാറ് മത്തി തന്നെയായിരുന്നു കേട്ടോ. ചില ദിവസം വാങ്ങണ മീൻ വലിയ ഗുണമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, നല്ല ചോരക്കുള്ള മത്തിയാണ്. അപ്പോൾ അതൊക്കെ കറിയിൽ ഇട്ട് കറിയൊക്കെ ഒന്ന് സെറ്റായി അവിടെ ഇങ്ങനെ വരട്ടെ. അപ്പോഴത്തേനും നമ്മളെ മീൻ കേട്ടോ ഒന്ന് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് വെക്കണം, പക്ഷേ അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. ഒന്നുകൂടി ഒന്ന് മുരിയാനുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് മുരിഞ്ഞ് സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണികൾ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ ഇതിനും നമ്മളെ ചായക്ക് കടിയും എല്ലാം ഞാൻ അവിടെ ബാഗ് സഞ്ചിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയവന് സ്കൂളില്ലാത്തതുകൊണ്ട് ഞാനും ഓനും പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും പാത്രങ്ങൾ അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വിളി വന്നത് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ചായ കൊണ്ടുപോയിന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ പാത്രങ്ങളൊന്നും കഴുകാനൊന്നും നിന്നില്ല, പിന്നെ വന്നിട്ട് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ അതൊക്കെ ഇട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചായക്ക് ഉള്ള ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. മീൻ കറിയും മീൻ പൊരിയും ചോറും എല്ലാം ആയിട്ടോ. ഇനിയിപ്പോൾ പോയി വന്നാൽ
എന്നാൽ വേറെ പണിയില്ല. അങ്ങനെ ഇതാ നമ്മൾ ചായയായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാക്കാർ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ, അവനാണിപ്പോൾ ഭയങ്കര ക്ഷീണം, വിശക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ നമ്മളും ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ സമയം കിട്ടില്ല, അപ്പോഴത്തേനും കൊണ്ടുവരേന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചുണ്ടാക്കി അങ്ങനെ പോകുന്നതാണ്. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ, വെയിലിൻ്റെ കണ്ണ് കാണാത്തൊരു വെയിൽ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.